الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر والله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അർഹമുറാഹിമിനായ പടച്ച തമ്പുരാൻ നമ്മുടെ ഈദിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ റമദാനിനെയും നമ്മുടെ തറാവിഹിനെയും ഇബാദത്തുകളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആഫിയത്തോടെ ദീർഘായുസ്സോടെ ഇനിയും ധാരാളം റമദാനുകളെ വരവേൽക്കാനുള്ള തൗഫീഖും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഈദിന്റെ ദിനത്തിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ യുദ്ധക്കെടുതിയുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. യുദ്ധക്കുതിയന്മാരായ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലാഹു പരാജയം സമ്മാനിക്കുമാറാകട്ടെ. ബഹുമാനികളെ, കൃത്യം 7:35 നമസ്കാരം ആരംഭിക്കുന്നതാണ്. വെളിയിൽ നിൽക്കുന്ന ആളുകൾ ഒളു ചെയ്ത് പള്ളിക്കകത്ത് കയറി സഫായി ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മുകളിൽ സൗകര്യമുണ്ട്. സഫിരിക്കുന്ന ആളുകൾ കൃത്യമായി ഇടയ്ക്ക് വിടവില്ലാത്ത രീതിയിൽ സഫുകൾ ചേർന്നിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. താഴെയും മുകളിലും പള്ളിയിൽ സഫ് പൂർത്തിയായതിനു ശേഷം മാത്രമേ പള്ളിയുടെ മുറ്റത്തും പുറകിലെല്ലാം സഫ് നിൽക്കാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ പേരിൽ ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാൽ. ഈദ് എന്നാണ് പെരുന്നാളിന് അറബിയിൽ പറയുക. ഈദ് എന്ന വാക്കിന്റെ അർത്ഥം മടക്കം എന്നാണ്. എങ്ങോട്ടാണ് നമ്മൾ മടങ്ങേണ്ടത്? നാം അള്ളാഹുവിലേക്ക് മടങ്ങണം, അവന്റെ റസൂലിലേക്ക് മടങ്ങണം. ഈ മടക്കമാണ് ഓരോ ഈദും നമ്മളോട് സത്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെരുന്നാളുകൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈ 2 പെരുന്നാളുകളുടെയും പ്രത്യേകത, ഒരു ആരാധനയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് പെരുന്നാളുകൾ വരുന്നത്. ഇന്നലെ വരെ നമ്മുടെ ആഘോഷം എന്നുള്ളത് ആരാധനയായിരുന്നു. ഇന്ന് നമ്മുടെ ആഘോഷത്തെ നമ്മൾ ആരാധനയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ആഹ്ലാദങ്ങളും നമ്മുടെ സന്തോഷങ്ങളും പരസ്പരം കൈമാറിക്കൊണ്ട് നമ്മളൊരു ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. റമദാനിനെ പ്രയോജനപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിന്റെ ദിവസമാണ്. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒരു സന്തോഷം അവന്റെ നോമ്പ് പൂർത്തിയാകുന്ന സമയത്ത്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ വർഷത്തെ 29 നോമ്പുകളും പൂർത്തീകരിച്ച് ആ ഒരു ഈമാനികമായ സന്തോഷത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്.
ഇസ്ലാമിലെ പെരുന്നാൾ എന്നുള്ളത് ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആഘോഷമാണ്. സാധാരണ ആഘോഷങ്ങൾ പലപ്പോഴും ശരീരത്തിൻ്റെത് മാത്രമായിരിക്കും. അതുകൊണ്ട് പല ആഭാസങ്ങളും ആഘോഷങ്ങളിൽ കാണാൻ കഴിയും. പരിശുദ്ധ ഇസ്ലാമിന്റെ ആഘോഷം അത് ആത്മാവിൻ്റെത് കൂടി ആയതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിലും ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. നന്മ ചെയ്തവനാണ് ശരിക്കും പെരുന്നാൾ ഉള്ളത്. വിശുദ്ധ റമദാൻ ആർക്ക് ഉപയോഗപ്പെട്ടോ അവർക്കാണ് പെരുന്നാളിനെ ആഘോഷിക്കാൻ അവകാശമുള്ളത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു പെരുന്നാളിന് പോകുന്ന ആളുകളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് റമദാൻ കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളോട് ആശംസ അറിയിക്കുന്നു. റമദാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. കാരണം റമദാൻ ഉപയോഗപ്പെടാത്തവനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഘോഷത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ പെരുന്നാളിലൂടെ നമ്മൾ നേടിയെടുത്തത്, അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് സമ്മാനിച്ചത് ശത്രുവിനെതിരെ അതിജയിച്ചു നിൽക്കാനുള്ള ഒരു കരുത്താണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ 3 ശത്രുക്കളുണ്ട്. ഒരു ശത്രു അവന്റെ നഫ്സ് തന്നെയാണ്. നഫ്സിനെ തോൽപ്പിക്കാനാണ് ഏറ്റവും പാടുള്ളത്. നഫ്സ് നിയന്ത്രണം വിട്ട് സഞ്ചരിക്കുമ്പോൾ ആ നഫ്സിനെ തടഞ്ഞു നിർത്താൻ ത്യാഗം തന്നെയാണ്. നഫ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത്. നഫ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഭരണാധികാരികൾ യുദ്ധത്തിന് വേണ്ടി ഒരുമ്പെടുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുറഅ, ദൊന്ന യുദ്ധത്തിലൂടെ തന്റെ എതിരാളിയെ മറിച്ചിടുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ. വലാകിന്ന ശദീദല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന സമയത്ത് തന്റെ നഫ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, കടിഞ്ഞാണിടാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നു. സത്യത്തിൽ ഇവിടെ ദൈവേച്ഛയും ദേഹേച്ഛയും തമ്മിലൊരു പോരാട്ടമാണ് റമദാനിൽ നടന്നത്. അവിടെ ദൈവേച്ഛ വിജയിച്ചു, ദേഹേച്ഛ പരാജയപ്പെട്ടു. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നമ്മളൊന്നും അംഗീകരിച്ചു കൊടുത്തില്ല. ശരീരം വെള്ളം ചോദിച്ചിരുന്നു, ഭക്ഷണം ചോദിച്ചിരുന്നു, ശരീരത്തിന്റെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ നമ്മൾ നമ്മുടെ ദേഹേച്ഛയെ മറച്ചുവെച്ചു, ദേഹേച്ഛയെ ഒഴിവാക്കി എന്നുള്ളിടത്താണ് നമ്മൾ വിജയിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ നഫ്സ് തന്നെയാണ്. ഇതിനി നമ്മൾ വരാൻ പോകുന്ന 11 മാസക്കാലത്തിലും നിലനിർത്തണം. നമ്മുടെ ദേഹേച്ഛകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മളിൽ നടപ്പിലാക്കപ്പെടാൻ കഴിയും. ആര് ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അവൻ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഫിരൗൻ പരാജയപ്പെടാൻ കാരണം ഫിരൗൻ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ്. മൂസാ നബി ജയിക്കാൻ കാരണം മൂസാ നബി ദേഹേച്ഛയ്ക്ക് അടിമപ്പെടാതെ ദൈവേച്ഛയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ്. നിമ്രൂദും തോൽക്കാൻ കാരണം അവൻ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ്. നിമ്രൂദിന്റെ എതിരാളി ഇബ്രാഹിം നബി ജയിക്കാൻ കാരണം ദൈവേച്ഛയ്ക്ക് വഴിപ്പെട്ടതുകൊണ്ടാണ്. അബൂജഹൽ തോൽക്കാൻ കാരണവും അത് തന്നെയായിരുന്നു, അവൻ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടു. ഇന്നും നമ്മുടെ മുന്നിൽ വിജയിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ദേഹേച്ഛയ്ക്ക് വഴിപ്പെടാതെ ദൈവേച്ഛയ്ക്ക് വഴിപ്പെടുക. അള്ളാഹുവിന്റെ ഇംഗിതങ്ങൾ നടപ്പിലാകട്ടെ, പടച്ചവന്റെ തീരുമാനം നടപ്പിലാകട്ടെ. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ വിലയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 അത്ഭുതങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. വശംസി വളുഹാഹാ, സൂര്യനെ പിടിച്ചും ചന്ദ്രനെ പിടിച്ചും ആകാശത്തെ പിടിച്ചും ഭൂമിയെ പിടിച്ചുകൊണ്ടും രാത്രിയെയും പകലിനെയും പിടിച്ചുകൊണ്ട് പടച്ചോൻ സത്യം ചെയ്തുകൊണ്ട് ഒരു സപ്താത്ഭുതത്തെ പടച്ചോൻ അതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യന്റെ നഫ്സ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ, ആ നഫ്സിനെ സൃഷ്ടിച്ചവനെ തന്നെയാണ് സത്യം. ആകാശം എങ്ങനെ അത്ഭുതമാണോ, ഭൂമി നിങ്ങൾക്ക് എങ്ങനെ അത്ഭുതമാണോ, സൂര്യനും ചന്ദ്രനും എങ്ങനെ അത്ഭുതമാണോ, അതിനേക്കാൾ വലിയ അത്ഭുതമാണ് നിങ്ങളുടെ നഫ്സ് എന്ന് പറയുന്നത്. അൽഹമഹ ഫുജൂറഹ വ തഖ്വഹ, നിങ്ങളുടെ നഫ്സിൽ അല്ലാഹു തഖ്വയും ഫുജൂറും സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തഖ്വാധിഷ്ഠിതമായി ജീവിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ തെമ്മാടിയായി ജീവിക്കാം. അവിടെ നിങ്ങൾ പിശാചിനെ പരാജയപ്പെടുത്തി നിങ്ങളുടെ നഫ്സിന്റെ ഇച്ഛകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നിടത്താണ് പടച്ച തമ്പുരാന്റെ പൊരുത്തമുള്ളത്. രണ്ടാമത്തെ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിനെ പരാജയപ്പെടുത്തുക, അത് നമ്മൾ റമദാനിലൂടെ നമ്മൾ ആ ഒരു പരിശീലനം നേടിയെടുത്തു. പിശാചിനെ അള്ളാഹു ബന്ധനസ്ഥനാക്കി.
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകൂലമായ സാഹചര്യങ്ങൾ തുറന്നു തന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ നമ്മളോട് ആളുകൾ ചീത്ത വിളിച്ചപ്പോൾ നമ്മൾ തിരിച്ച് ചീത്ത വിളിച്ചില്ല. നമ്മൾ പറഞ്ഞത് ഇന്നി സായിമൻ, എനിക്ക് നോമ്പാണ്. പിശാച് നമ്മളോട് പലതും പ്രേരിപ്പിച്ചു. അവിടെ നാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി സായിമൻ, എനിക്ക് നോമ്പാണ്. ഇനിയും 11 മാസക്കാലം നാം ഈ പിശാചിനോട് പറയേണ്ടത്, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴിപ്പെടുന്നവനല്ല ഞാൻ കുന്തു സായിമ, ഞാൻ ഈ റമദാനിൽ നോമ്പനുഷ്ഠിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ, പിശാച് നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ അവനോട് നോ പറയാനുള്ള ഒരു ഈമാനികമായ ശക്തിയാണ് നമ്മൾ ഈ വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്തത്. സഹോദരങ്ങളെ, അള്ളാഹു ഇനി പിശാചിനെ തുറന്നു വിടുകയാണ്. ഇന്നലെ വരെ ബന്ധനസ്ഥനായ പിശാചിനെ പടച്ച തമ്പുരാൻ 11 മാസക്കാലം തുറന്നുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിശാചിന്റെ വിളയാട്ടമാണ് നടക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പരിശുദ്ധമായ റമദാനിൽ നാം നേടിയെടുത്ത ഊർജ്ജങ്ങളെല്ലാം തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രണ്ടാമത്തെ ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തി. ഇനി നമ്മുടെ മുന്നിലുള്ളത് ബാഹ്യ ശത്രുവാണ്. നഫ്സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞൊരു മുസ്ലിമിന്, പിശാചിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ ബാഹ്യ ശത്രു ഒന്നുമല്ല. അതുകൊണ്ടാണ് ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ റമദാനിന്റെ 17-ാം ദിവസം നോമ്പുകാരായി പോയ സഹാബാക്കൾ അവരവരുടെ നഫ്സിന്റെ ആഗ്രഹങ്ങളെ തോൽപ്പിച്ചിരുന്നു. അവർ പിശാചിനെയും തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സർവായുധ സജ്ജരായ 1000-ഓളം വരുന്ന ശത്രു സൈന്യത്തെ തോൽപ്പിക്കാൻ ബദരീങ്ങൾക്ക് കഴിഞ്ഞത് ബാഹ്യ ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ള വിശ്വാസിക്ക് എളുപ്പമാണ്, ഇന്നും എളുപ്പമാണ്. അതുകൊണ്ടല്ലേ വർഷങ്ങളായി ഉപരോധം നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, ഇറാനിനൊന്നും വിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ലോകത്തെ ഏറ്റവും സായുധ സജ്ജരായ രണ്ട് സൈന്യങ്ങൾ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈന്യം കടന്നു ചെന്നു. ആഴ്ച 2 പിന്നിട്ടിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സുകൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപും ഇസ്രായേലും എത്തിയെങ്കിൽ ഇറാനികളുടെ ആവേശത്തിന്റെ പിന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ ഷിയ മതക്കാരായിരിക്കാം, പക്ഷേ അവരുടെ മനസ്സിലുള്ള ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അത് ഫലസ്തീനികൾ കാണിച്ചു കൊടുത്തതാണ്, ഹമാസ് കാണിച്ചു കൊടുത്തതാണ്. വിശ്വാസികളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഫലസ്തീനികൾ കാണിച്ചു കൊടുത്തതാണ്, മുമ്പ് അഫ്ഗാനികൾ കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നഫ്സിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞ, പിശാചിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാഹ്യശത്രു എളുപ്പം തന്നെയാണ്. താൽക്കാലികമായി തോറ്റെന്നിരിക്കാം. വിശ്വാസിയുടെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊരു വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന്റെ വേരുകൾ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കാറ്റടിക്കുമ്പോൾ വൃക്ഷത്തിന്റെ കൊമ്പുകൾ, അതിന്റെ ശിഖരങ്ങൾ ആടി ഉലഞ്ഞെന്നിരിക്കാം. പക്ഷെ കാറ്റ് അവസാനിക്കുമ്പോൾ അത് ഉയർന്നു നിൽക്കും. അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ പരിക്കുകൾ ഏറ്റെന്നിരിക്കാം, പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി വിശ്വാസി സമൂഹം മാറിത്തീരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വിശ്വാസി മരണത്തെ ഭയപ്പെടാത്തവനാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, രക്തസാക്ഷിയായി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. മരിക്കാൻ കൊതിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരു ബോംബുകൾക്കും കഴിയില്ല, ഒരു മിസൈലുകൾക്കും കഴിയില്ല, ഒരു രാജ്യത്തിനും ഒരു സാമ്രാജ്യത്തിനും കഴിയില്ല. അതാണ് വർത്തമാനകാല സംഭവവികാസങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, ഈദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അറബ് സമൂഹത്തിന് പറ്റിയതും അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, 57ഓളം വരുന്ന അറബ് രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകാവുന്ന രാജ്യമേ ഉള്ളൂ കൊച്ചി ഇസ്രായേൽ. പക്ഷെ അറബ് സമൂഹത്തിന് ഒന്നിക്കാൻ കഴിഞ്ഞില്ലാത്തത് കൊണ്ടാണ് ഇന്ന് GCC രാജ്യങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അടിയേറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇതിൽ നിന്ന് ഗുണപാഠം ശ്രദ്ധിക്കണം. നമുക്കിടയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, നമുക്കിടയിൽ ഒരുപാട് കക്ഷികളുണ്ട്, നമുക്കിടയിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്, ഫിഖഹിയായ തർക്കങ്ങളുണ്ട്, എവിടെ കൈകെട്ടണമെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കുനൂത്ത് വേണോ വേണ്ട എന്ന വിഷയത്തിൽ ഷാഫി ഹനഫി തർക്കങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കിടയിലുള്ള ആഭ്യന്തര വിഷയങ്ങളാണ്. നമുക്കെതിരെ ഒരു പൊതുശത്രു നിൽക്കുന്നുണ്ട്. അവൻ സർപ്പം പോലെ ഇങ്ങനെ അവന്റെ പത്തി വിടർത്തി നിൽക്കുന്നുണ്ട് പൊതുശത്രു. അത് ഈ രാജ്യത്തുണ്ട്. ഫാസിസമാണത്. ഫാസിസം പത്തിവിടർത്തി നിൽക്കുകയാണ്. സാമ്രാജ്യത്തിൽ ലോകത്ത് പത്തിവിടർത്തി നിൽക്കുകയാണ് ഇസ്ലാമിനെതിരെ. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ നാം ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലുമുള്ളത്. നമ്മുടെ അള്ളാഹു ഒന്നാണ്, നമ്മുടെ ദീൻ ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്, നമ്മുടെ ഖിബല ഒന്നാണ്, നമ്മുടെ ഖുർആൻ ഒന്നാണ്, നമ്മുടെ ലക്ഷ്യവും ഒന്നാണ്.
ഈ 5-6 കാര്യങ്ങളിൽ നമുക്ക് ഒന്നിക്കാമെങ്കിൽ നമ്മളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ എത്രയോ ചെറുതാണ്, എത്രയോ കുറവാണ്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം പൊതുശത്രുവിനെതിരെ. അതിനൊരിക്കലും നമുക്കിടയിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങളൊന്നും തടസ്സമായി മാറരുത്. നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹം ഒരിക്കലും വിഡ്ഢികളായിക്കൂടാ. ഞാൻ ഓർക്കുകയാണ്, UP-യിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി ജയിച്ചു വരും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ. എങ്ങനെ ജയിച്ചു വരിക? പെരുന്നാളിന്റെ ദിവസം, ചെറിയ പെരുന്നാളിന്റെ ദിവസം ഡൽഹി ജുമാ മസ്ജിദിന്റെ മുന്നിൽ അദ്ദേഹം വന്നു നിൽക്കും. എന്നിട്ട് 2 രൂപയുടെ അത്തറുമായി വരും. ഒരു കുപ്പിക്ക് 2 രൂപയാണ് വില. അത് അദ്ദേഹം ബൾക്കായി വാങ്ങിക്കും. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഡൽഹി ജുമാ മസ്ജിദിൽ ഇറങ്ങി വരുന്ന ആളുകൾക്ക് 2 രൂപയുടെ ഒരു ചെറിയ അത്തറൂപ്പി കൊടുക്കും. അതോടെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും, ഇദ്ദേഹം നമ്മുടെ ആളാണ്. എന്താ കാരണം? പെരുന്നാളിന് 2 രൂപയുടെ അത്തറൂപ്പി നൽകി. ഇങ്ങനെ ഒരു വളിച്ച ചീരിയുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും വിഡ്ഢികളായി മാറരുത്. നമ്മൾ കാര്യങ്ങളെ കാര്യമായി മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഒരു കൊച്ചു തുരുത്താണ്. ഇവിടെയും ഈ സൗഹാർദ്ദം നഷ്ടപ്പെട്ടുകൂടാ. ഫാസിസത്തിന് ഈ മണ്ണിലേക്ക് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ വോട്ടവകാശങ്ങൾ കൃത്യമായി അത് ഫാസിസത്തിനെതിരെ വിനിയോഗിക്കപ്പെടണം. ഫാസിസത്തിന് ഈ മണ്ണിൽ ഒരിക്കലും ഒരു ചാൻസും ഇല്ലാത്ത രീതിയിൽ കൃത്യമായി വിവേകത്തോടുകൂടി, പക്വതയോടുകൂടി, ബുദ്ധിപരമായി നമ്മുടെ വോട്ടവകാശങ്ങൾ വിനിയോഗിക്കപ്പെടണം. അതുകൂടി ഈദിന്റെ ദിനത്തിൽ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊരു ഖൈറു ഉമ്മത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഉത്തമ സമൂഹമാണ്. 2, ഉമ്മത്തം വസത്ത, നിങ്ങൾ മധ്യമ സമൂഹമാണ്. ഈ 2 സർട്ടിഫിക്കറ്റുകളും പടച്ചതമ്പുരാൻ നമുക്ക് മാത്രം നൽകിയതാണ്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഖൈറു ഉമ്മത്തായിട്ട് നമുക്ക് തുടരാൻ കഴിയണം. നമ്മൾ തീവ്രതയില്ലാത്ത എന്നാൽ നമ്മൾ അലസന്മാരുമല്ലാത്ത ഒരു മധ്യമ നിലപാടിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നീങ്ങാൻ കഴിയണം. ആ നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതേ വിജയിക്കാനുള്ള വഴിയുള്ളൂ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്താണ് ഉത്തരവാദിത്തം? മാനവരാശിക്ക് സന്മാർഗം പകർന്നു കൊടുക്കുക. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലോകാവസാനം വരെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ, സത്യദീനിന്റെ പ്രചരണം നമ്മുടെ ചുമതലയാണ്. അത് നമ്മൾ നിർവഹിക്കുന്നതിൽ അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മേൽ ശത്രുവിനെ അധികാരപ്പെടുത്തും. അള്ളാഹു സൂര്യനെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്, പ്രകാശം കൊടുക്കലാണ്. സൂര്യൻ അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അള്ളാഹു വൃക്ഷങ്ങളെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്, ഓക്സിജൻ കൊടുക്കലാണ്. വൃക്ഷങ്ങളൊന്നും അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അള്ളാഹു ഓരോന്നിനും ഓരോ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യം ഓരോ സൃഷ്ടികളും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഈ സത്യമതത്തിന്റെ പ്രചരണമാണ്. ഈ ആദർശം ലോകാവസാനം വരെ ഉയർന്നു നിൽക്കണം. ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും, ആര് ഈ ആദർശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ ഒരു ഓർഡർ ഉണ്ട്, പടച്ചാമ്പുരാന്റെ ഒരു ഉറപ്പുണ്ട്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും കൂടി, ലോകത്തുള്ള എല്ലാ സത്യനിഷേധികളും കൂടി ഈ ആദർശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഈ ആദർശം തന്ന പടച്ചതമ്പുരാൻ പറയുന്നു, വല്ലാഹു മുത്തിമ്മു നൂരിഹി, ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരു ബാഹ്യ ശത്രുവിനും കഴിയില്ല. താൽക്കാലികമായി ചില പ്രശ്നങ്ങൾ ഞങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. ഇത് മനസ്സിലാക്കേണ്ടത് ലോക സാമ്രാജ്യത്വമാണ്, ജൂതായിസമാണ്, സയനിസമാണ്, ഫാസിസമാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെ നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ഒരു പെരുന്നാൾ ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ആഘോഷിക്കുക തന്നെ വേണം. പക്ഷേ ആഘോഷങ്ങൾക്കെല്ലാം ഒരു പരിധിയും പരിമിതിയുമുണ്ട്. ഇതേപോലെ ഒരു പെരുന്നാളിന്റെ ദിവസത്തിലാണ് മസ്ജിദ് നബിയുടെ ചാരത്ത് വന്നുകൊണ്ട് എത്യോപ്യക്കാര് ചാട്ടുളി എറിഞ്ഞ് കളിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മതിവരോളം ആയിഷ അത് കാണുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ഇത് ആഘോഷിക്കാനുള്ള ദിവസം തന്നെയാണ്. പക്ഷെ ആഘോഷങ്ങൾക്കെല്ലാം പരിധികൾ ഉണ്ടാകണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിധി വിട്ടുകൊണ്ടുള്ള ഒരു ആഘോഷം നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലത്തി നഖദത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഫ. നിങ്ങൾ മക്കയിലെ ആ നൂല് നൂൽക്കുന്ന പെണ്ണിനെ പോലെ ആകരുത്. എന്താണ് അവൾ ചെയ്യുക? അവൾ വൈകുന്നേരം വരെ നൂല് നൂൽക്കും, എന്നിട്ട് ആ നൂല് അഴിച്ചുവിടും. ഇതുപോലെ വിശുദ്ധ റമദാൻ നമ്മൾ പണിയെടുത്തു. ഒരു മാസക്കാലം ഈ അതിശക്തമായ ചൂടിൽ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് നമ്മൾ നോമ്പുപിടിച്ചത്. ഈ നോമ്പിനൊക്കെ പടച്ചതിന് എത്ര പ്രതിഫലമാണ് നമുക്ക് നൽകാനിരിക്കുന്നത്. റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കേണ്ടവരല്ലേ നമ്മൾ. സ്വർഗം നമ്മളെ മാടി വിളിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് വേണ്ടി സജ്ജരായിരിക്കുന്ന നമ്മൾ
ഈ റമദാനിൽ നേടിയെടുത്ത ആ നന്മകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുക എന്നുള്ളത് നന്മ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. നന്മയ്ക്ക് ശേഷം തിന്മ ചെയ്യുക എന്നുള്ളത് നന്മ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതിന്റെയും അടയാളമാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തന്ന നന്മകൾ, ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ മാസമായിരുന്നു റമദാൻ. ഖുർആൻ എന്താണെന്ന് അറിയാനും പഠിക്കാനും വേണ്ടിയാണ് നമ്മളത് വിനിയോഗിച്ചത്. സഹോദരങ്ങളെ, ആ ഖുർആനുമായുള്ള ബന്ധം ജീവിതകാലത്ത് ഇനി നിങ്ങൾക്കുണ്ടായിത്തീരണം. ഖുർആനിനെ മാറോട് ചേർത്ത് പിടിക്കണം. ഖുർആൻ നമ്മുടെ വഴികാട്ടിയായി മാറണം. ഈ ഖുർആൻ നിഷ്ഠിൽ ജീവിതം നമ്മുടെ ജീവിതമായി മാറണം. അപ്പോഴാണ് നമുക്ക് റമദാൻ പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഈ പരിശുദ്ധമായ മസ്ജിദിലേക്ക് വന്നപ്പോൾ നമ്മൾ വന്ന വഴികളിൽ ഇരു സൈഡുകളിലും മാലാഖമാരുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ല. അവർ സമ്മാനങ്ങളുമായി കാത്തുനിന്നു. അവർ നമ്മളോട് പറഞ്ഞത് അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, നിങ്ങളെ ഞങ്ങൾ ആശംസിക്കുന്നു. ഇങ്ങനെ മലായിക്കത്തിന്റെ ആശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നത്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മളോട് ഈ മലക്കുകൾ സലാം പറയുകയും ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഈദിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നന്മകളെല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ തമ്പുരാനെ, ദയാലുവായ പടച്ചവനെ, കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തതാണ്. എല്ലാം മാപ്പാക്കണേ അള്ളാഹ്. നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ നന്മകളെ നീ ഖബൂലാക്കണേ അള്ളാഹ്. പടച്ചവനെ, ഈ പരിശുദ്ധമായ റമദാനെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ അനുകൂല സാക്ഷിയാക്കണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതിൽ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. മർഹമത്ത് നൽകണേ പടച്ചവനെ. ഈ പെരുന്നാളിന്റെ സുദിനത്തിലും പള്ളിയിൽ വരാൻ കഴിയാത്ത ധാരാളം രോഗികളുണ്ട്. നീ ശിഫ നൽകണേ അള്ളാഹ്. പടച്ചവനെ, ജയിലുകളിൽ കഴിയുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. നീ മോചനം നൽകണേ റഹ്മാനെ. അള്ളാഹു, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധത്തിന്റെ പേരിൽ കെടുതി അനുഭവിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. സമാധാനം നൽകണേ അള്ളാഹ്. പടച്ചവനെ, യുദ്ധക്കൊതിയന്മാരായ ഇസ്രായേലിനെയും അമേരിക്കയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവർക്കെതിരെ ഇറാന്റെ ആയുധങ്ങൾക്ക് നീ ശക്തി പകരണേ അള്ളാഹ്. പടച്ചവനെ, പശ്ചിമേഷ്യയിൽ നീ സമാധാനം സ്ഥാപിക്കണേ റഹ്മാനെ. ഈ ദീനിനെ നീ ഇസ്സത്തിലാക്കണേ അള്ളാഹ്. ഈ ദീനിന്റെ ആളുകളെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഈ ഉമ്മത്തിൽ നിന്ന് ഐക്യം നൽകണേ അള്ളാഹ്. ഒത്തൊരുമിച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകളെ നീ ഖബൂലാക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എണീറ്റ് സഫു നേരെയാക്കുക. ചെറിയ പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം